വയനാട്ടിലെ ആളുകളുടെ എത്രയോ ദീർഘകാലത്തെ ആവശ്യമാണല്ലേ സമാന്തരമായി ഈ ചുരം പാതയ്ക്ക് പകരമായി മറ്റൊരു പാത എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിൻ്റെ സുപ്രധാന ചുവടുവയ്പായ പാറ തുരക്കൽ ഇന്ന് തുടങ്ങും. 11 മണിക്ക് ആനക്കാംപൊയിൽ മുറിപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യ ബ്ലാസ്റ്റിംഗ് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരിക്കും. സുരക്ഷാ കാരണങ്ങളുള്ളതിനാൽ നിയന്ത്രിത രീതിയിലാണ് ചടങ്ങ്. ബെൻസൺ ബാബു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബെൻസൺ, ഏറെക്കാലത്തെ ആഗ്രഹമാണ്, ഏറെക്കാലത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷമുള്ള ഒരു ആശ്വാസ വാർത്ത കൂടിയാണ് ഇങ്ങനെ ഈ തുരങ്കപാതയുടെ നിർമ്മാണം ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ളത്. ആദ്യ ബ്ലാസ്റ്റിംഗ് ഇന്ന് നടക്കും എന്നുള്ളത്. എന്താണ് വിവരങ്ങൾ? അത് വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പദ്ധതിയായ, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ അഭിമാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മേപ്പാടി കള്ളാടി തുരങ്കപാത, ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാതയ്ക്ക് ഇന്ന് അതിന്റെ സുപ്രധാന ചുവടുവെപ്പ് നടക്കുകയാണ്. ഈ മറിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ പദ്ധതി പ്രദേശം. ഇവിടെ നിന്നുമാണ് ഈ ബ്ലാസ്റ്റിംഗ് ആരംഭിക്കുന്നത്. ഈ തുരങ്കപാതയുടെ നിർമ്മാണം, അതിന്റെ പ്രധാന ഘട്ടം ആരംഭിക്കുന്നത് ഈ മറിപ്പുഴയിൽ നിന്നുമാണ്. ഇവിടെ ആദ്യ സ്റ്റേജ് 2 ക്ലിയറൻസ് കഴിഞ്ഞ ദിവസമാണ്, ഒരാഴ്ചയ്ക്ക് മുമ്പാണ് സ്റ്റേജ് 2 ക്ലിയറൻസ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യമായിട്ടുള്ള തുടർ നടപടികളിലേക്ക് പ്രവർത്തനങ്ങൾ കടന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാറ തുരക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കും. ഇതിന്റെ ആദ്യ ബ്ലാസ്റ്റിംഗിന്റെ ഉദ്ഘാടനമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്നെത്തി നിർവഹിക്കുന്നത്. കാരണം ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ് ഈ പാറ തുരക്കൽ എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ചെറിയ സുഷിരങ്ങൾ പാറയിൽ ഉണ്ടാക്കി അതിനുശേഷം അത് ബ്ലാസ്റ്റ് ചെയ്ത് വെടിവെച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ പാറ തുരക്കുന്ന നടപടിയാണ് ഉണ്ടാവുക. ആ നിലയിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഈ ബ്ലാസ്റ്റിംഗ് നിയന്ത്രിത രീതിയിൽ നടത്തേണ്ടതായതിനാൽ തന്നെ കൂടുതൽ ആളുകളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മാധ്യമപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വളരെ കുറഞ്ഞ ആളുകൾ, 100-ൽ താഴെ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ഉദ്ഘാടനം ഇവിടെ നടക്കുക. മറ്റുള്ള ആളുകൾക്ക് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഇത് നേരിട്ട് കാണുന്നതിന് സാധ്യമല്ല. പക്ഷേ ഈ സ്ക്രീൻ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ നിന്നും ഒരു 10 കിലോമീറ്റർ താഴത്ത് സ്കൂളിന്റെ പരിസരത്ത് വെച്ചിട്ട് അവിടെ പൊതുജനങ്ങൾക്ക് കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനമായും ഓസ്ട്രേലിയൻ സാങ്കേതിക വിദ്യയിൽ കട്ട് ആൻഡ് കവർ രീതിയിലാണ് ഈ പാറകൾ തുരക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ഈ പാറ തുരന്നതിന് ശേഷം റോക്ക് ഡ്രിൽ ബൂമറുകൾ ഉപയോഗിച്ചാണ് ഈ തുരങ്കത്തിന്റെ നിർമ്മാണം നടക്കുക. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗങ്ങളാണ്. ഇവിടെ നിന്നും തുരന്നാണ് ഈ പാറ അപ്പുറ ഭാഗത്തേക്ക് എത്തുക. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുക. ആദ്യഘട്ടം എന്ന നിലയിൽ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് ആണ് മുഖ്യമന്ത്രി, അതിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അതിനുശേഷം തുടർച്ചയായി വരും ദിവസങ്ങളിൽ അതിന്റെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളിലേക്ക് കടക്കും. നമ്മൾ ഈ നിൽക്കുന്ന ഈ മറിപ്പുഴ പ്രദേശത്ത് നിന്നും ആരംഭിക്കുന്ന തുരങ്കം ഇവിടെ നിന്നും മേപ്പാടിയിൽ കള്ളാടിയിൽ അവിടെ എത്തിച്ചേർന്നിട്ടാണ് അവിടേക്കാണ് ഇത് പാറ തുരന്ന് എത്തുക. അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ഉദ്യോഗസ്ഥർ കൂടി തരുന്നുണ്ട്. സാർ, എല്ലാ മുന്നൊരുക്കങ്ങളെല്ലാം, എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായോ? ഓൾറെഡി കംപ്ലീറ്റഡ്. ഏകദേശം എത്ര മണിയോട് കൂടിയാണ്? 11 o'clock ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് പ്രോഗ്രാം. ഈ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇപ്പം പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്? ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇതെല്ലാം സ്യൂട്ടിന്റെ എല്ലാ സാധനങ്ങളാണ്. ഇതെങ്ങനെയാ ഇതിന്റെ ഒരു പ്രവർത്തന രീതി ഇപ്പൊ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താല്. പെർ മീറ്റർ ഇൻസൈഡിൽ ഡ്രില്ലിംഗ് ആവും. 42 mm ആണ് അതിന്റെ ഡ്രിൽ റോഡ്സ്. 42 mm ആണ് ജലാറ്റിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ ഈ പാറ ഇപ്പൊ 4 മീറ്റർ ഉള്ളിലേക്ക് പോകും. ഒരു ഡ്രില്ലിംഗ് ഹോളിൽ 4 മീറ്റർ ഉള്ളിലേക്ക് അത് ജലാറ്റിൻ കയറ്റും. അതിനുശേഷം അത് പൊട്ടിക്കും. അങ്ങനെയാണ് പൊട്ടിക്കും. അത് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചാണ് അത് ലോഡ് ചെയ്ത് പൊട്ടിക്കുക. അപ്പം അതിനുശേഷമാണ് ഇത് തുറന്നു പോകുന്ന പ്രവർത്തനം. അത് ബ്ലാസ്റ്റ് ആകുമ്പോൾ എക്സ്പ്ലോഷൻ ആകുമ്പോൾ അതേ ഷേപ്പിൽ തന്നെ അത് കട്ടായി വരും. ഇപ്പോൾ ഹെഡിങ് മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി അതിന്റെ ബെഞ്ചിങ് കൂടി ഉണ്ട്. ഇത് തുറക്കുന്നതിനുള്ളത് വേറെ മെഷീനാണ്? അല്ല, ഇത് തന്നെയാണ് മെഷീൻ. ഓക്കെ. ഇത് ഈ മെഷീൻ കൂടി ഒന്ന് പരിചയപ്പെടുത്തുക. ഇതിന്റെ പേര് ടാമറോക്ക് എന്നാണ്. മെഷീൻ അറ്റ്ലസ് കൊക്കോന്റെ മെഷീനാണിത്. അറ്റ്ലസ് കൊക്കോന്റെ ഉണ്ട്, സാൻപിക്കിന്റെ മെഷീൻ. ഇത് സാൻപിക്കിന്റെയാണ്. ഇതേപോലെ തന്നെ മെഷീൻ ഇത് സാൻപിക്കിന്റെയാണ്. ഇതേപോലെ തന്നെ ഈ അറ്റ്ലസ് കൊക്കോന്റെ ഉണ്ട്, അതിന് ബൂമർ എന്നാ പേര്.
ഇത് ടാമറോക്ക് എന്നതിന്റെ പേര്. ഇപ്പൊ നമുക്കിപ്പോ ഈ പാറയിൽ കാണുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള ഇപ്പൊ നമ്മൾ സുഷിരങ്ങൾ ഇട്ടേക്കുന്നത്, ഹോൾസ് ഇട്ടേക്കുന്നത്. ഇതിന് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പ്രകാരമാണ് ഇതിന്റെ ഡ്രില്ലിംഗ് ഹോൾ ചെയ്തിരിക്കുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പാറയിൽ ഇപ്പോൾ അതിന്റെ ഒരു പാറ്റേൺ അനുസരിച്ചാണ് ഈ ഹോളുകൾ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന കാണാം, അതാണ് അതിന്റെ പാറ്റേൺ അനുസരിച്ച്. അതെ. അപ്പൊ അതിനുശേഷം ഇതില് എത്ര മീറ്റർ ആണ്? കൺട്രോൾ ബ്ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പൈലറ്റ് ബ്ലാസ്റ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൈലറ്റ് ആണ്. എത്ര മീറ്റർ ആയിരുന്നു ഇതിൽ ജലാറ്റിൻ നിറയ്ക്കുന്നതെന്ന് പറയാം? ഇതിൽ ജലാറ്റിൻ അതിന്റെ സാർമാർ പറയും, എക്സ്പ്ലോസീവ് കൺട്രോൾസ് പറയുന്ന അനുസരിച്ചാണ് കൺട്രോൾ ബ്ലാസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺട്രോൾഡ് ബ്ലാസ്റ്റ് ആണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് അതിന്റെ പാറ്റേണിനനുസരിച്ചാണ് ഈ ഹോൾ ഇട്ടിട്ടുണ്ടാവുക. ഈ ഹോളുകൾക്കുള്ളിലേക്ക് ജലാറ്റിൻ നിറയ്ക്കും. അതിനുശേഷം കൺട്രോൾഡ് രീതിയിലായിട്ടുള്ള ബ്ലാസ്റ്റ് ഉണ്ടാകും. അതിനുശേഷമാണ് ഇത് തുരക്കുന്ന നടപടികളിലേക്ക് കടക്കുക. അതിനുപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ള ഈ കാണുന്ന ഈ മെഷീൻസ് തന്നെയാണ് അതിനായിട്ട് ഉപയോഗിക്കുക. ഇത് എങ്ങനെയാണ്, ഇത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാളായിരിക്കും ഇതിന്റെ ഒരു പ്രോസസ്സ്, ഈ ഒരു തുരന്നു പോകുന്നതിന്റെ പ്രോസസ്സ് ഉണ്ടാവുക? ഒരു കറക്റ്റ് ഇതിന് കല്ല് മാത്രം കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3 ഇയറിൽ കംപ്ലീറ്റ് ആവും. അതിന് എന്താണ് അതിന്റെ ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്? ഇതിന് ലൂസ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ്. അതായത് ഈ പാറ മാറി മണ്ണ് രീതിയിലേക്ക് ആയി കഴിഞ്ഞാൽ, ലൂസ് സോഫ്റ്റ് റോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നടന്നു പോകും. ഇനി ഇതിന് ഫുൾ റോക്ക് ബോൾട്ടിങ് ചെയ്യും, അത് കഴിഞ്ഞ് ഷോർട്ട് ഗിറ്റിംഗ് ചെയ്യും. ആൾക്കാരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെയും അതുപോലെ തന്നെ മറ്റ് ഇവിടെയൊക്കെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഷോർട്ട് ഗിറ്റ് ചെയ്ത് ഇതിന്റെ 7 സ്റ്റെപ്പായിട്ട് അത് അടിച്ചിറക്കുന്ന പോർട്ടൽ. അതിൽ സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഷോർട്ട് ഗിറ്റ് ചെയ്ത് മൊത്തം സേഫ്റ്റി വാല്യൂ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ജോലി ചെയ്യുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെയും സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്ന യന്ത്രങ്ങൾ തന്നെയാണ് ഇത് ഡ്രില്ല് ചെയ്യുന്നതിനും അതിനുശേഷം ജലാറ്റിൻ നിറച്ച് അതിനുശേഷം ബ്ലാസ്റ്റ് നടത്തിയതിനു ശേഷം ഈ പാറ തുരക്കുന്നതിനും ഈ യന്ത്രങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത് മൊത്തം ഇപ്പോൾ 4 പോളിംഗ് ആണ് അടിച്ചിരിക്കുന്ന ഹോൾ. 32 mm റാഡ് അടിച്ചിട്ടിരിക്കുന്നത്. അപ്പം വൈബ്രേഷനിൽ അത് പിന്നെ കൊളാപ്സ് ആവാതിരിക്കാനുള്ള കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അതായത് ഈ ബ്ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വലിയ വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ ആ വൈബ്രേഷൻ അധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ കൂടുതൽ വൈബ്രേഷൻ ഈ മേഖലകളിലേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക എന്നതുകൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന് ബദലായി വരുന്ന പാത കൂടിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പദ്ധതി എന്ന് തന്നെ പറയണം. 2000 കോടിയിലധികം രൂപ മുതൽ മുടക്കിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാകുന്നത്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കിഫ്ബി പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അല്പസമയത്തിനുള്ളിൽ തന്നെ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. അവരും നമ്മളോടൊപ്പം അടുത്ത മണിക്കൂറുകളിൽ ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന, ഇവിടെയാണ് ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കുക. കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് ആയിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും അത് നിർവഹിക്കുക. ഹർഷൻ. റൈറ്റ്, ബെൻസൺ ബാബുവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. വയനാടിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ ആദ്യപടി എന്നോണം ആദ്യ ബ്ലാസ്റ്റിംഗ് ഇന്ന് നടക്കുകയാണ്. പാറ തുരക്കൽ ഇന്ന് ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറെക്കാലത്തെ എന്ന് പറഞ്ഞാൽ എത്ര കാലമായി എന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയാത്തത്ര കാലം ഈ വയനാടുകാർ കാത്തിരുന്നതാണ് മറ്റൊരു സമാന്തര പാതയ്ക്കായി. ആ പാതയ്ക്കായുള്ള പ്രവൃത്തിയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ പാറ മാത്രമാണ് തുരക്കുന്നിടത്ത് അവശേഷിക്കുന്നതെങ്കിൽ 3 വർഷത്തിനുള്ളിൽ തുരങ്കപാത യാഥാർത്ഥ്യമാകും എന്നാണ് അതിലെ വിദഗ്ധർ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. നമ്മൾ ഈ കാണുന്നത് തത്സമയ ദൃശ്യമാണ്. ഈ പ്രദേശത്ത് നിന്നാണ് വയനാട്ടിലേക്കുള്ള തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്, തുടർന്നുള്ള റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് പോകാം. അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകും, മറ്റു വിദഗ്ധർ വരും. ആ സമയത്ത് അതിൻ്റെ വിശദമായ വാർത്തകളിലേക്ക് നമുക്ക് പോകാം.